വാൽമീകി സ്തുതി. കാരണം വാൽമീകിയാണല്ലോ മൂലകൃതി രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാൽമീകി ഋഷിയെ സ്തുതിച്ചിട്ട് വേണം നമ്മൾ ഗ്രന്ഥവ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. തുടർന്ന് ആഞ്ജനേയ സ്തുതിയും ശ്രീരാമന്റെ പരമഭക്തനായ ശക്തിസ്വരൂപനായിരിക്കുന്ന ആഞ്ജനേയനെ സ്തുതിച്ചിട്ട് വേണം നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ. നോക്കൂ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറെ ഉപരിദേവതകളെ സ്തുതിച്ച് നിർത്തിയോടത്താണ് അല്ലേ. അതിനെ തുടർന്ന് വീണ്ടും എഴുത്തച്ഛൻ തൻ്റെ വന്ദനം അല്ലെങ്കിൽ വന്ദനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞു, വലിയൊരു ഗ്രന്ഥരചനയുടെ മുന്നോടിയായിട്ട് നമുക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം വേണം അല്ലേ. അപ്പോൾ ആ അനുഗ്രഹത്തിനായിക്കൊണ്ടാണ് എഴുത്തച്ഛൻ ഇവിടെ ഈ ഗ്രന്ഥരചനയുടെ ആദ്യ ഭാഗം കുറെ സ്തുതികൾ നടത്തുന്നത്. ഇതിന്റെ അവസാന ഭാഗത്തിൽ 4 വരിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നോക്കൂ. അഗ്രജൻ മമ സദാം വിദൂഷമഗ്രേശ്വരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾഗുരുനിങ്കിൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാർ മറ്റുള്ളോരും. പദച്ഛേദം ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു, ഈണത്തിൽ രാമായണം ചൊല്ലി പഠിക്കാം വിഭക്തി രൂപേണ. ഇവിടെ നോക്കൂ. അഗ്രജൻ മമ പറയുന്നത്. അപ്പൊ എല്ലാ ആചാര്യന്മാരെയും സ്തുതിച്ചിട്ട് ലാസ്റ്റ് ആണ് തൻ്റെ ആൾക്കാരെ സ്തുതിക്കുന്നത്. മമ അഗ്രജൻ, എൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെ, ജ്യേഷ്ഠ സഹോദരനെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. എന്താ? അഗ്രജൻ മമ സദാം, എപ്പോഴും. അയാൾ ആരാ? വിദൂഷ മാം അഗ്രേശ്വരൻ, അഗ്രേശ്വരന്മാരിൽ വിദൂഷനായ എൻ്റെ ജ്യേഷ്ഠനെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ വെച്ച് സർവശ്രേഷ്ഠ പണ്ഡിതൻ എന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ ജ്യേഷ്ഠനെ. വിദൂഷൻ മീൻ പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ തന്നെ പാണ്ഡിത്യമുള്ള ആളെന്നല്ലേ. ഇന്ന് പണ്ഡിതൻ എന്ന് പറയുന്നവർക്ക് പാണ്ഡിത്യമുണ്ടോ എന്നുള്ള കാര്യം ചിന്തനീയമാണ്. അപ്പോ ഇവിടെ പറയുന്നതാണ്, ആരാണ് വിദൂഷനായ എൻ്റെ അഗ്രേശ്വരൻ ജ്യേഷ്ഠൻ. അയാളെ ഞാൻ ഗുരുസ്ഥാനീയനായിട്ടാ കാണുന്നത്, എൻ്റെ ഗുരുവായിട്ട് അല്ലേ. എന്താ പറയുന്നത്? മൽ ഗുരുനാഥൻ, മൽ എൻ്റെ ഗുരുനാഥനും. അയാൾ മാത്രമാണോ ഇത്? അല്ല, ഇത് എഴുത്തുപള്ളിയാ, ഗുരുകുല സമ്പ്രദായമാണ്. അപ്പൊ ഇവിടെ ശരിക്ക് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ എഴുത്തച്ഛന്റെ പേര് തന്നെ സത്യം പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല എന്നാ പറയുന്നത്. ഒറിജിനൽ പേര് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ എഴുത്തച്ഛൻ എന്നുള്ള പേര് സത്യം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ അല്ല എന്നാ. അത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേരനായിരുന്നു, രാമൻ. അപ്പോ അങ്ങനെ രാമന്റെ അനുജൻ എന്ന് പറഞ്ഞ് രാമാനുജനായതാണെന്ന് പറയപ്പെടുന്നു. അപ്പോ നമുക്ക് അറിയില്ല യഥാർത്ഥത്തില് എഴുത്തച്ഛന്റെ ഒറിജിനൽ പേരെന്താണെന്ന്.
ഈ വരികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ? മൽ ഗുരുനാഥൻ, ആര്? എൻ്റെ അഗ്രജൻ അഥവാ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ഗുരുസ്ഥാനീയനാണ്. അതാ പറയുന്നത് മൽ ഗുരുനാഥൻ. പിന്നെന്താ? അനേകം വേറെ കുറെ പേരായ അവിടെ അന്തേവാസികളോടും. എവിടെ? ഇത് എഴുത്തുപള്ളിയായിരുന്ന അല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു അപാര പാണ്ഡിത്യമുള്ള ഗുരുവര്യനായിരുന്നു. ഒരുപാട് കുട്ടികൾ അന്തേവാസികൾ അവിടെ നിന്ന് വന്ന് താമസിക്കാറുണ്ട്. അങ്ങനെ അവിടെയുള്ള അന്തേവാസികളിൽ സർവശ്രേഷ്ഠരോടും ഞാൻ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും. അവരൊക്കെ എന്നെക്കാട്ടും മുന്നിലുള്ളവർ തന്നെ ആയിരിക്കുമല്ലേ. അതുകൊണ്ട് എൻ്റെ ഏട്ടൻ മാത്രമല്ല, എൻ്റെ ഏട്ടൻ്റെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആ പള്ളിക്കൂടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഗുരുനാഥൻ ഒരുപാട് വാസികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കടാക്ഷം എനിക്ക് വേണം. എന്തിന്? ഈ രാമന്റെ ചരിതം ഒന്ന് ഗ്രന്ഥമാക്കാന്. ഏകാന്തവാസികളോടും ഉൾക്കുരുനിങ്കൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വാഴുക, നിലകൊള്ളണമെന്ന്. എന്നിട്ടാ പറയുന്നത്, അവിടെ പറയുന്നു രാമനാമാചാര്യനും. അദ്ദേഹം ശരിക്കും രാമനാമം എന്നുള്ള ആചാര്യനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ. അതുകൊണ്ടാ പറയുന്നത് രാമനാമന ആചാര്യൻ. രാമൻ എന്ന നാമത്തോടു കൂടിയ ആചാര്യനായ എൻ്റെ ജ്യേഷ്ഠൻ. ലാസ്റ്റ് നമിക്കുന്ന ജ്യേഷ്ഠനെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ മറ്റുള്ളവരെയൊക്കെ വന്ദിച്ച് അവസാനം നമ്മുടെ സ്വന്തം ആൾക്കാരെ. അപ്പം രാമനാം ആചാര്യനും മുഖ്യന്മാരായ അദ്ദേഹം മാത്രമല്ല, ഗുരുകുലത്തിൽ വേറെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് മുഖ്യന്മാര് അന്ന് ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഇവർക്ക് എഴുത്തച്ഛൻ എന്ന പേര്. എഴുത്തച്ഛൻ എന്ന് പറയുന്ന അതായത് പണ്ടൊക്കെ എഴുത്തച്ഛന്മാരുണ്ടായിരുന്നു കളരിയിൽ. അവരാണ് കുട്ടികളെ ആദ്യം എഴുത്തിനിരുത്താറ്, ഇല്ലേ? ഇന്നിപ്പോ നമുക്ക് അതൊക്കെ ഒരു എന്താ പറയാ, ഒരു രീതിയിൽ അങ്ങ് നടത്തിപ്പോരുന്നു. അങ്ങനെയല്ല. പണ്ട് കുട്ടികൾ ഇപ്പൊ LKG UKG പകരം അന്ന് എഴുത്തച്ഛന്മാരുടെ അടുത്തേക്ക് ഈ പൂഴി എഴുത്ത്, അല്ലേ, അരി എഴുത്ത്, ഇങ്ങനെയൊക്കെ കുറെ രീതിയിലുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു അന്ന് ഗുരുകുല സമ്പ്രദായം നടന്നിരുന്നത്. അപ്പൊ അവിടെ ഒരുപാട് മുഖ്യന്മാരുണ്ടാവും. ആ മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും വേറെ ആരൊക്കെ വെച്ചാൽ അവരുടെയൊക്കെ കടാക്ഷം എനിക്ക് ലഭിക്കണമേ എന്ന് ഈ പറയുന്നതോടുകൂടി ഇനിയാണ് നമ്മുടെ രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഇത്രയും ഭാഗം തുഞ്ചത്തെഴുത്തച്ഛൻ സർവശ്രേഷ്ഠരായിരിക്കുന്ന സർവപ്രാപഞ്ചിക ഭൂതഗണങ്ങളെയും പോരാ, ഭൂമിയിലുള്ള എല്ലാ ശ്രേഷ്ഠന്മാരെയും, അതിലുപരി ഭൂമിക്ക് ഉപരിയായി ഉള്ള ഉപരിദേവതമാരെയും അങ്ങനെ സ്തുതിച്ചു പോന്നാണ് നമ്മൾ. ഇത്രയും എഴുത്തച്ഛൻ തൻ്റെ ഗ്രന്ഥരചനയുടെ മുമ്പായിട്ട് ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആചാര്യന്മാരെയൊക്കെ വന്ദിക്കുക എന്നുള്ളത് ഭാരതീയ പൈതൃകമാണ്. അതുകൊണ്ടാണ് ഇത്രയും വരികൾ എഴുത്തച്ഛൻ അതിനായി മാത്രം നീക്കിവെച്ചത്. ഇനിയാണ് രാമകഥ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്.